ക്യാപ്റ്റൻ ഋതുരാജ് ഫോം വീണ്ടെടുത്തതിന് ശേഷമാണ് ചെന്നൈക്ക് ഒരൽപ്പം ആശ്വാസമായത്. ഖലീൽ അഹമ്മദിന്റെ പരിക്കാണ് CSKയെ ബാധിച്ച മറ്റൊരു പ്രതിസന്ധി. വെറും 5 മത്സരങ്ങളിലാണ് താരത്തിന് ആകെ കളത്തിലിറങ്ങാനായത്. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലുമൊക്കെ ടീമിന് കരുത്താകും എന്ന് കരുതിയിരുന്ന ഖലീലിനും അവശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമായി. അരങ്ങേറ്റക്കാരൻ രാമകൃഷ്ണ ഘോഷിന് ഒരൊറ്റ മത്സരത്തിലാണ് കളത്തിൽ ഇറങ്ങാനായത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മിന്നും പ്രകടനത്തിന് ശേഷം ചെന്നൈ തട്ടകത്തിലെത്തിച്ച ഘോഷ് അരങ്ങേറ്റത്തിൽ മുംബൈക്കെതിരെ മിന്നും പ്രകടനം പുറത്തെടുത്തിരുന്നു. എന്നാൽ ചെപ്പോക്കിൽ നടന്ന മത്സരത്തിനിടെ ഘോഷിന്റെ വലതുകാൽ പാദത്തിൽ ആസ്ഥിക്ക് പൊട്ടലുണ്ടായെന്നും യുവതാരം ടൂർണമെന്റിൽ തുടർന്ന് കളിക്കില്ലെന്നും ചെന്നൈയുടെ ഔദ്യോഗിക പ്രസ്താവനയെത്തി. ഇതുവരെ പരിക്കിന്റെ പിടിയിലായിരുന്ന സ്പെൻസർ ജോൺസൺ ഫിറ്റ്നസ് വീണ്ടെടുത്ത് തിരികെ വന്നിട്ടുണ്ട്. നേരത്തെ ഡവാൾ ബ്രവിസിന്റെ സേവനവും പരിക്കിനെ തുടർന്ന് ടീമിന് ലഭിച്ചിരുന്നില്ല. സീസൺ ആരംഭിക്കും മുമ്പ് ഓസ്ട്രേലിയൻ പേസർ നഥാൻ എല്ലിസിന് ഹാംസ്ട്രിംഗ് ഇഞ്ചുറിയെ തുടർന്ന് ചെന്നൈക്ക് നഷ്ടമായി. ഇത്രയധികം പരിക്കുകൾ വലക്കുന്ന സീസണിലും CSK തകർന്നടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ലക്നൗ, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ടീമുകളുമായാണ് ഇനി ചെന്നൈക്ക് അവശേഷിക്കുന്ന മത്സരങ്ങൾ. മെയ് 18 ഹൈദരാബാദുമായും 21 ഗുജറാത്തുമായുള്ള മത്സരങ്ങൾ ഹോമിലാണ്. ഇന്ന് നടക്കുന്ന ലക്നൌവിനെതിരായ പോരാട്ടം എവയും. അവശേഷിക്കുന്ന 3 മത്സരങ്ങളും ജയിച്ചാൽ 18 പോയിന്റുമായി ചെന്നൈക്ക് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിക്കാം. അതേസമയം ടോപ്പ് 4-ലുള്ള GTയോടും SRHനോടുമുള്ള മത്സരങ്ങളിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഇനി ആരെയും പരിക്ക് പിടികൂടരുത് എന്ന പ്രാർത്ഥനയിലാകും CSK ആരാധകർ.